ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഏതോ ജന്മകൽപ്പനയിലെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മനോരമ അവിടെ ഉണ്ടായിരുന്ന മടക്കിയൊക്കെ കാണിച്ചിട്ട് മാധവനുണ്ടാക്കിയ ആ ഒരു ബാക്കി മണ്ണെടുത്ത് തിന്നു കേട്ടോ. ആഹാ, നല്ല മണം എന്നൊക്കെ പറഞ്ഞിട്ട് വായിലിടുന്ന അയ്യേ അയ്യോ ഇതെന്താ ഇങ്ങനെ എന്നിട്ട് അത് ഇറക്കുവാണ്. പെട്ടെന്ന് അയ്യോ ഇതെന്താ ഞാൻ ചെയ്തത്, അയ്യോ ഓടി വരണേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ ശ്രുതി ഇത് കേട്ടോ. അയ്യോ ആൻറ്റി എന്താ ചെയ്തത്, നീ എന്താണ് ഇവിടെ ഉണ്ടാക്കി വെച്ചെന്ന് ചോദിക്കുമ്പോൾ മട്ക്കേക്ക് അതിനടുത്ത് തിന്നതാ. അയ്യോ അത് മാധവൻ ഉണ്ടാക്കിയ ബാക്കി മണ്ണായിരുന്നു എന്ന് പറയുമ്പോൾ അയ്യോ എൻ്റെ ഈശ്വര ആൻറ്റി ഇപ്പം എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് മൈ ഗോട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മനോരമ ഭയങ്കര ഒച്ചുണ്ടാക്കണം. എന്താ ബഹളം എന്ന് പറഞ്ഞ് അഞ്ജലി വരുമ്പോഴേക്കും അഞ്ജലി ബേബി ഇത് കണ്ടോ, ഞാൻ വിചാരിച്ചു ലാവണ്യ ബേബി ബുക്ക് ചെയ്ത ആ മഡ് കേക്കാന്ന് വെച്ചിട്ട് ഞാൻ ഇവിടെ ബാക്കി ഉണ്ടായ മണ്ണെടുത്ത് തിന്നു എന്ന് പറയുമ്പോൾ അഞ്ജലി ചിരിക്കുക കേട്ടോ. ആ സമയത്ത് ലാവണ്യ വരുന്നുണ്ട്. എന്താ ആൻറ്റി എന്താന്ന് ചോദിക്കുമ്പോൾ ലാവണ്യ ബേബി കണ്ടോ ഈ കാർട്ടൂൺ ബേബി ചെയ്തത് തന്നെയാ, എന്താന്ന് അവളെ മാധവൻ ഉണ്ടാക്കിയ ബാക്കി മണ്ണ് മഡ് കേക്കാന്ന് പറഞ്ഞാൽ എന്നെ തീറ്റിച്ചു എന്ന് പറയുമ്പോൾ ശ്രുതി പറയണ്ട. അയ്യോ ആൻറ്റി അങ്ങനെയല്ല, ദേ ഇതാ ലാവണ്യമേടെ ബുക്ക് ചെയ്ത കേക്ക് എന്ന് പറഞ്ഞിട്ട് തൊട്ടപ്പുറത്തന്നെ ആ കിറ്റ് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ലാവണ്യ പറഞ്ഞിട്ട് പോട്ടെ ആൻറ്റി, ശ്രുതി അറിഞ്ഞുകൊണ്ടായിരിക്കില്ല വാ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മനോരമനെ വിളിച്ചിട്ട് പോവാണ്. മനോരമ മഡ് കേക്ക് എടുത്തുകൊണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നുണ്ട്. വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അതിനുശേഷം അഞ്ജലിക്ക് ചിരി വന്നിട്ട് വയ്യട്ട് അഞ്ജലി അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാണ്. ആ സമയത്ത് ശ്രുതി വിചാരിക്കുകയാണ് ഇത് തന്നെ പറ്റിയ സമയം അശ്വിൻ സാറിൻ്റെ റൂമിൽ ഒന്ന് കയറി നോക്കാം എന്നിട്ട് പാത്തും പതും ശ്രുതി അശ്വിൻ്റെ റൂമിലേക്ക് എത്തുവാണ്. ആ സമയത്ത് അശ്വിൻ ഭയങ്കര വർക്കിൻ്റെ തിരക്കിലാട്ടോ. അതെ ഓക്കെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ശ്രുതി പതുക്കെ അശ്വിൻ്റെ റൂമിലേക്ക് കയറുന്നുണ്ട്. അതിന് ശലമാരുടെ സൈഡിലേക്ക് ഒതുങ്ങി നിൽക്കുവാണ്. നോക്കുമ്പോൾ അവിടെ ഒരു ഗ്ലാസ്സിൽ ജ്യൂസ് വെച്ചിട്ടുണ്ടാവും കേട്ടോ. ഇത് എന്നെ പറ്റിയ അവസരം, താൻ എനിക്കെതിരെ കൂടോത്രം ചെയ്തല്ലേ, നോക്കിക്കോ തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുമ്പോഴേക്കും ശ്രുതി വേഗം പോയിട്ട് ആ ജ്യൂസ് എടുക്കുക കേട്ടോ. അതിനുശേഷം പതുക്കെ ജ്യൂസായിട്ട് പിന്നെ അലമാരുടെ സൈഡിലേക്ക് വരുവാണ്. എന്നിട്ട് കയ്യിലൊരു ടീസ്പൂൺ ഉണ്ടാവും, അതിലേക്ക് ആ പെപ്പർ സ്പ്രേ അടിക്കുവാണ്. എന്നിട്ട് ആ ജ്യൂസിൽ നന്നായിട്ട് ഇളക്കുന്നുണ്ട് കേട്ടോ. ഇളക്കിയിട്ട് പതുക്കെ ശ്രുതി വീണ്ടും അശ്വിൻ കാണാണ്ട് അവർ സൈഡിലേക്ക് വെക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും അശ്വിൻ പെട്ടെന്ന് തിരിയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് ശ്രുതി നിലത്തേക്ക് ഇരിക്കുവാണ്. അതിനുശേഷം അശ്വിൻ വീണ്ടും പണിയെടുക്കുന്ന തിരക്കിൽ അശ്വിൻ അത് മൈൻഡ് ചെയ്യാണ്ട് പോകുമ്പോൾ ശ്രുതി അവിടെ തന്നെ ആ ജ്യൂസ് ഇരുന്ന സ്ഥലത്ത് തന്നെ അത് വെച്ചിട്ട് വീണ്ടും അലമാരുടെ സൈഡിലേക്ക് പോയി നിൽക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അശ്വിൻ വർക്ക് ചെയ്യണ തിരക്കായതുകൊണ്ട് തന്നെ അശ്വിൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അശ്വിൻ വർക്കിന് ഓക്കെ എന്ന് പറഞ്ഞിട്ട് ലാപ്ടോപ്പിലും ഒരു ഹെഡ്സെറ്റ് വെച്ചിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. പെട്ടെന്നാണ് അശ്വിൻ ആ ജ്യൂസ് കാണുന്നത്. ജ്യൂസ് അശ്വിൻ കുറച്ച് പകുതി ഇങ്ങനെ വലിച്ചു കുടിക്കുന്നുണ്ട്. കുടിച്ച് കഴിയുമ്പോൾ തന്നെ അശ്വിന് പെട്ടെന്ന് തന്നെ ചുമ വരുക കേട്ടോ. ചുമ വന്നിട്ട് അശ്വിന് സംസാരിക്കാൻ പറ്റുന്നില്ല. ആ സമയത്ത് അശ്വിൻ സംസാരിക്കാൻ നോക്കുമ്പോഴും വീണ്ടും പറ്റുന്നില്ല. അശ്വിൻ പെട്ടെന്ന് ഇപ്പോൾ വീഡിയോ കോളായിരുന്നു, ആ കോളൊന്ന് കട്ട് ചെയ്തിട്ട് ചുമച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ശ്രുതി സമാധാനമായി, തനിക്ക് താൻ ഇതിലേക്ക് കൂടോത്രം ചെയ്തില്ലേ, തനിക്ക് ഇത് തന്നെ വേണോടെ കടല മിഠായി എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നിലനിന്നിട്ട് അശ്വിൻ്റെ ചുമ കേട്ട് നമ്മുടെ അഞ്ജലി വേഗം മുകളിലേക്ക് വരുന്നുണ്ട്. അയ്യോ കുഞ്ഞാ എന്ത് പറ്റി നിനക്ക്, പെട്ടെന്ന് കോൾഡ് പിടിച്ച പോലെ, എത്ര നേരം നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടായല്ലോ, ഇത് എന്ത് പറ്റി ചോദിക്കുമ്പോൾ അറിയില്ല ചേച്ചി, പെട്ടെന്ന് എന്താ ചുമ പോലെ എന്ന് പറയുമ്പോൾ അയ്യോ എന്ത് പറ്റിച്ചു കുഞ്ഞാ, ഹോസ്പിറ്റലിൽ പോകണം, വേണ്ട ചേച്ചി എന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് എനിക്ക് ഇത് എന്ത് പറ്റി, ഞാനൊരു കാര്യം ചെയ്യാം, മനോരമാനെ കൊണ്ട് ഒരു കഷായം ഉണ്ടാക്കിപ്പിക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോകാൻ കുഞ്ഞാ, വേണ്ട ചേച്ചി ഞാൻ ഒന്ന് ഇരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ ഭയങ്കര ചുമയാട്ടോ. ഇതൊക്കെ കണ്ട് ശ്രുതിക്ക് ചിരിയാണ് വരുന്നത്. ആ സമയത്ത് അഞ്ജലി ഞാനൊരു കാര്യം ചെയ്യാം, മനോരമാനെ കൊണ്ട് ഇപ്പം തന്നെ ഒരു കഷായം ഉണ്ടാക്കിപ്പിക്കാമെന്ന് പറഞ്ഞിട്ട് അഞ്ജലി വേഗം നിലത്തേക്ക് ഇറങ്ങി പോകുക കേട്ടോ. ആ സമയത്ത് പതുക്കെ ശ്രുതി നിലത്തേക്ക് ഇങ്ങനെ ഇറങ്ങണ്ട, അശ്വിനാണെങ്കിൽ ചുമച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പെട്ടെന്ന് അഞ്ജലി നിലത്തേക്ക് ഇറങ്ങട്ടെ മനോരമാൻ്റെയും ആൻറ്റി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട്. എന്താ ബേബിന്ന് ചോദിക്കുമ്പോൾ അത് ഇപ്പോൾ തന്നെ പെട്ടെന്നൊരു ചുമ. അതെന്താ ഞാൻ ശ്രദ്ധിച്ചു, അവനത് ഇങ്ങനെ ചുമക്കണത് എന്ത് പറ്റി, വല്ല മഴയെന്നോ, ഇങ്ങനെ കോളിൽ പിടിക്കേണ്ട കാര്യം എന്താ ആൻറ്റി, പെട്ടെന്ന് തന്നെ കുഞ്ഞൊരു കഷായം ഉണ്ടാക്കി കുടിക്കണം, അതിനെന്താ ഞാൻ ഇപ്പം ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് മനോരമ വേഗം തന്നെ അടുക്കളയിൽ പോയിട്ട് കഷായം ഉണ്ടാക്കിക്കൊണ്ട് വരുക കേട്ടോ. ആ സമയത്ത് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഒന്നും പറയണ്ട ആൻറ്റി, ഞാൻ ആ ദൃഷ്ടിദോഷത്തിന് വേണ്ടിയിട്ട് ആ ചരട് മന്ത്രം ജപിച്ച് കെട്ടാൻ വേണ്ടി അവനോട് പറഞ്ഞിരുന്നു, അത് കെട്ടി കഴിഞ്ഞപ്പോൾ തുടങ്ങിയതാ. ഇത് കൊള്ളാലോ, സാധാരണ എല്ലാവരും ദൃഷ്ടിദോഷം പോകാൻ വേണ്ടിയാണ് അത് കെട്ടണത്, ഇതിപ്പോൾ കെട്ടിക്കഴിയുമ്പോൾ ദൃഷ്ടിദോഷം വന്നോ എന്ന് മനോരമ ചോദിക്കുവാണ്. ഇത് കേൾക്കുമ്പോൾ ശ്രുതിക്ക് ആകെ ഒരു വെപ്രാളം പോലെ തോന്നുവാട്ടോ. ഈശ്വര ഞാൻ തെറ്റാണോ ചെയ്തത്, അയ്യോ ഈശ്വര അപ്പോൾ ദൃഷ്ടിദോഷത്തിന് വേണ്ടിയിട്ടാണോ സാർ അത് വെച്ചതെന്നൊക്കെ ശ്രുതിക്ക് അപ്പോഴാട്ടോ മനസ്സിലാവുന്നത്. ശ്രുതി അപ്പം തന്നെ മനസ്സിൽ വിചാരിക്കണം, ഈശ്വര ഞാൻ തെറ്റ് ചെയ്തല്ലോ, ഞാനിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ വിചാരിക്കുകയാണ്. ആ സമയത്ത് മനോരമ പറഞ്ഞേ ഒരു കാര്യം ചെയ്യ് ബേബി, ഈ കഷായം കൊണ്ടു കൊടുക്ക്, കഷായം കുടിച്ചാൽ അത് ഓക്കെ ആകുമെന്ന് പറയുകയാണ്. ആ സമയത്ത് അഞ്ജലി പറഞ്ഞാൽ ശരി ആൻറ്റി എന്നിട്ട് കഷായം മേടിക്കുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, അഞ്ജലി മാഡം ഞാൻ കൊണ്ടേ കൊടുക്കാം കഷായം എന്ന് പറയുമ്പോഴേക്കും മനോരമ പറയണം, നീ കൊണ്ടേ കൊടുത്താലേ കുഞ്ഞൻ നിന്നെ ആട്ടും, അത് സാരില്ല ഞാൻ കൊണ്ടേ കൊടുക്കാമെന്ന് പറയുവാണ് നമ്മുടെ ശ്രുതി.
പക്ഷേ കഷായം എടുക്കുന്ന ശ്രുതി മുകളിലേക്ക് പതുക്കെ പതുക്കെ കയറി പോകാൻ ഈശ്വരൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എൻ്റെ കുട്ടി ഈശ്വര കുറച്ച് നേരത്തിന് മുമ്പ് എനിക്കിതൊന്ന് ചെവി കേൾക്കാൻ തോന്നിയില്ലല്ലോ ഞാൻ എന്ത് തെറ്റാണ് ആ സാറിനോട് ചെയ്തതെന്നൊക്കെ ശ്രുതി ഇങ്ങനെ വിചാരിക്കുക കേട്ടോ. ആ സമയത്ത് അശ്വിൻ ഇങ്ങനെ പെട്ടെന്നാണ് ഇങ്ങനെ ക്യാമറയൊക്കെ ഇങ്ങനെ പരിശോധിക്കണം വീട്ടിൽ. അപ്പോഴാണ് അശ്വിൻ ആ കാഴ്ച കാണുന്നത് ശ്രുതി ബാഗിൽ നിന്ന് പെപ്പർ സ്പ്രേ എടുക്കുന്നതും അതുപോലെ തന്നെ അശ്വിൻ്റെ റൂമിലേക്ക് പാത്തു പതുമി വരുന്നതും പെപ്പർ സ്പ്രേ അശ്വിൻ്റെ ജ്യൂസിൽ കലക്കണതൊക്കെ അശ്വിൻ ആ ക്യാമറയിൽ കൂടി കാണുക കേട്ടോ. അശ്വിനാകെ ദേഷ്യം വരുന്നുണ്ട്. അശ്വിൻ അപ്പം തന്നെ ശ്രുതികുമാരി ലക്ഷ്മി നീയായിരുന്നു ഇതിന് പിന്നിലല്ലേ, നീ എന്തോ വിഷം കലക്കി എനിക്ക് തന്നതാണല്ലേ, നിന്നെ വെച്ചിട്ടുണ്ട് എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രുതി പെട്ടെന്ന് അശ്വിൻ്റെ റൂമിലേക്ക് മുട്ടുവാട്ടോ. ഇങ്ങനെ മുട്ടും സാർ സാർ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും അകത്തേക്ക് വാ എന്ന് പറഞ്ഞിട്ട് അശ്വിൻ വിളിക്കുവാണ്. സാർ ഇത് ചേച്ചി തന്നതാ കഷായം എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ശ്രുതിയുടെ കൈ പിടിച്ച് വലിക്കുകയാണ് അശ്വിൻ. അതായത് റൂമിലേക്ക് പിടിച്ച് കയറ്റുന്നുണ്ടായിട്ട് വാതിൽ ഓക്കെയാണ്. എന്താ സാർ എന്താന്ന് ചോദിക്കുമ്പോഴേക്കും നിനക്ക് എന്താണെന്ന് അറിയണോ അല്ലേ, നമ്മുടെ കസേര പിടിച്ചിരുത്തുവാണ്. അതിനുശേഷം എന്താ സാർ എന്താന്ന് ചോദിക്കുവാണ്. സമയത്ത് നമ്മുടെ അശ്വിനാണെങ്കിൽ ആ ലാപ്ടോപ്പ് ഉണ്ടായിരുന്നത് ശ്രുതിയുടെ മടിയിലേക്ക് ഇനി വെച്ചു കൊടുക്കുക, നീ കണ്ടു നോക്കുന്നത് പറയുകയാണ്. ആ സമയത്താണ് ശ്രുതി ഞെട്ടിപ്പോണത്. ലാപ്ടോപ്പിൽ കൂടി കൃത്യമായിട്ട് കാണട്ടെ ശ്രുതി ആ പെപ്പർ സ്പ്രേ കലക്കണതും ജ്യൂസിൽ കലക്കണതും ഒഴിക്കണതൊക്കെ ശരിക്കും കാണാം. സാർ അത് ഞാൻ ഒരു അബദ്ധം പറ്റിയതാ, എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതാ. എന്താ അബദ്ധം, നീ ഒന്നും പറയണ്ട, നീ എന്നെ കൊല്ലാൻ വേണ്ടി എന്തോ ചെയ്തതല്ലേ ചോദിക്കുമ്പോൾ അല്ല സാർ ഒരിക്കലും അല്ല, ഞാൻ പറഞ്ഞു സാർ എനിക്കൊരു കയ്യബദ്ധം പറ്റിയതാ. എന്ത് കയ്യബദ്ധം എന്നാണ് നീ പറയണത് സാർ, ഞാൻ അതിൻ്റെ സാറോട് ക്ഷമ ചോദിക്കാനാണ് ഇപ്പോൾ വന്നത്. എന്ത് ക്ഷമ, നീ ഒന്നും പറയണ്ടെന്ന് പറയുമ്പോൾ സാർ കേൾക്കണം. ഞാൻ വിചാരിച്ചു സാർ എനിക്കെതിരെ കൂടോത്രം ചെയ്യണമെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ ചെയ്തത്. കൂടോത്രമോ, നീ എന്തൊക്കെയാണ് പറഞ്ഞത്, നീ പുതിയ കഥ ഉണ്ടാക്കുവാണോ? അല്ല സാർ എന്നോട് അമ്മായി പറയുമോ എനിക്ക് എന്തൊക്കെയോ സംഭവിച്ചെന്ന്, ഞാനിപ്പോൾ സ്ഥിരബോധമില്ലാതെ സംസാരിക്കണേ നടക്കണേന്നൊക്കെ. അത് കേട്ടപ്പോൾ എനിക്ക് വളരെ ടെൻഷനായി സാർ. ഞാൻ നോക്കിയപ്പോൾ സാർ എന്തൊക്കെയോ മന്ത്രം ജപിച്ചിട്ട് ഒരു അതായത് നാരങ്ങയും അതുപോലെ തന്നെ മുളകൊക്കെ വെച്ചിട്ട് ആ ചരട് കെട്ടണതും കണ്ടു. ഞാൻ സാർ എനിക്കത് എന്തോ കൂടോത്രം ചെയ്യണമെന്ന് വിചാരിച്ചു സാർ. അതുകൊണ്ട് ഞാൻ എൻ്റെ ബാഗിൽ പെപ്പർ സ്പ്രേ ഉണ്ടായിരുന്നു. ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്ന ആളല്ലേ, ആരെങ്കിലൊക്കെ എന്നെ ശല്യപ്പെടുത്താൻ വന്നാലും വെച്ചിട്ട് ഞാൻ എപ്പോഴും ബാഗിൽ പെപ്പർ സ്പ്രേ വെക്കാറുണ്ട്. ആ സ്പ്രേ ആണ് സാർ ഞാൻ കലക്കി തന്നത്. ഇല്ല നീ നോണ പറയാ, നീ വേറെ എന്തോ എനിക്ക് കലക്കി തന്നതെന്ന് അശ്വൻ പറയുമ്പോൾ ഇല്ല സാർ സത്യം ഞാൻ പറഞ്ഞത്, ഇല്ല ഞാനിത് ഒരിക്കലും വിശ്വസിക്കില്ല എന്ന് അശ്വൻ പറയുമ്പോഴേക്കും സാറിനിപ്പോൾ വിശ്വസിക്കാൻ വേണ്ടി ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് ശ്രുതി പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന പെപ്പർ സ്പ്രേ കലക്കി ആ ജ്യൂസ് എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ ഈ ജ്യൂസ് ഞാൻ കുടിക്കുക, അപ്പോൾ സാറിന് വിശ്വാസമാവുമല്ലോ എന്ന് പറയാണ്. സാർ ശ്രുതി അത് വേണ്ടത് പറയുമ്പോൾ ഇല്ല സാർ സാറിനെ വിശ്വാസപ്പെടുത്താൻ എനിക്കിതേ ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ശ്രുതി ആ ജ്യൂസ് എടുക്കുവാണ്. എന്നിട്ട് ഒന്ന് കണ്ണിങ്ങനെ അടച്ചതിന് ശേഷം ആ ജ്യൂസ് ഒറ്റ വലിക്കും അവിടെ കുടിക്കുക കേട്ടോ. അത് അശ്വൻ കുടിച്ചതിൻ്റെ ബാക്കി അശ്വൻ പകുതി വരെ കുടിച്ചിട്ടുണ്ടായിരുന്നു, അതിന് ബാക്കി ഒരൊറ്റ വലിക്ക് ശ്രുതി ഇരുന്ന് കുടിക്കുകയാണ്. അതിനുശേഷം ശ്രുതി കുടിക്കുന്നത് നമ്മുടെ അശ്വിൻ വേണ്ട ശ്രുതി എന്ന് പറയുമ്പോഴും ശ്രുതി അത് പെട്ടെന്ന് കുടിക്കുന്നുണ്ട്. കണ്ടില്ല സാർ ഞാൻ സാർ ഒന്നും വേണ്ടി ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞു പെപ്പർ സ്പ്രേ ആണ് സാർ അത്, ഞാനിപ്പോൾ സാറിന് വിശ്വാസം വരുമ്പോട്ട് ശ്രുതി പിന്നെ ചുമക്കാൻ തുടങ്ങും കേട്ടോ. അത് കാണുമ്പോൾ അശ്വിനെ പാവം തോന്നുന്നുണ്ട്, തെറ്റിദ്ധരിച്ചില്ലെന്ന് ആലോചിച്ചിട്ട് ശ്രുതിക്കും അങ്ങനെ തന്നെയാണ്. ശ്രുതിക്കൊരു പാവം തോന്നുവാണ്, ഈശ്വര ഈ മനുഷ്യനെ തെറ്റിദ്ധരിച്ചില്ലെന്ന് ആലോചിച്ചിട്ട് അങ്ങനെ ശ്രുതി ചുമച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. ആ സമയത്ത് ശ്രുതി എന്ന് പറയുമ്പോൾ ശ്രുതി ഇങ്ങനെ ചുമച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്തോടു കൂടിയാണ് എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സുഖമില്ലാത്തത് കൊണ്ടിട്ടാണ് എനിക്ക് പെട്ടെന്നൊന്നും സംസാരിക്കാൻ പറ്റാതെ ഇയർ ബാലൻസിൻ്റെ പ്രശ്നമുണ്ട്, അതാണ് എനിക്ക് പെട്ടെന്ന് സംസാരിക്കാനും പെട്ടെന്നൊന്നും പറ്റാത്തത്. എന്തായാലും നാളെ തൊട്ട് ഓക്കെ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഇനി മുതൽ ആ വീഡിയോ കറക്റ്റായിട്ട് ഇടാം. അപ്പോൾ എല്ലാവരുടെ സപ്പോർട്ട് വേണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഫ്രണ്ട്സ്. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.